കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ചരിത്രത്തെ തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശു കർത്താവ്. നമുക്കറിയാമല്ലോ യാക്കോബിന്റെ ചരിത്രം. വേട്ടയിറച്ചു കൊണ്ടുള്ള രുചികരമായ ഭക്ഷണം കഴിച്ച് തന്റെ ആദിജാതനായ ഏശാവിനെ അനുഗ്രഹിക്കണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു ആഗ്രഹം. അത് താൻ തന്റെ ആദിജാതനെ അറിയിച്ചപ്പോൾ ഏശാവ് അപ്പന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കേണ്ടതിന് വേട്ടയിറച്ചി തേടിപ്പോയി. ആ സമയം ഏശാവിന്റെ വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ട് അമ്മ ഉണ്ടാക്കി കൊടുത്ത കോലാട്ടിൻകുട്ടിയുടെ മാംസം കൊണ്ടുള്ള രുചികരമായ ഭോജനവും അപ്പവും അത് അപ്പന്റെ അടുക്കൽ കൊണ്ടുചെന്ന്, ഞാൻ നിന്റെ ആദിജാതൻ ഏശാവെന്ന് പറഞ്ഞ് അപ്പനെ പറ്റിച്ചു. അനുഗ്രഹം വാങ്ങി. എന്നാൽ അതിന്റെ തിരിച്ചടി തനിക്ക് ഉണ്ടാകുമെന്ന് താൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം തന്റെ ഇളയ മകനായ യോസഫിന്റെ അങ്കി കോലാട്ടുകൊറ്റന്റെ രക്തത്തിൽ മുക്കി യാക്കോബിന്റെ മക്കൾ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു. അപ്പന്റെ ആടുകളെ മേയ്ക്കാൻ പോയ സഹോദരന്മാരെ അന്വേഷിച്ചു പോയ ഏറ്റവും സ്നേഹിക്കുന്ന തന്റെ മകനായ ജോസഫിന്റെ അങ്കി ഊരിയെടുത്ത് അവനെ ഒരു കുഴിയിലിട്ട്, എന്നാൽ സഹോദരനായ യഹൂദയുടെ നിർദ്ദേശപ്രകാരം കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇസ്മായിലിയർക്ക് അവർ വിറ്റു. എന്നിട്ട് അപ്പനെ കളിപ്പിക്കാൻ യോസഫിന്റെ അങ്കി എടുത്ത് ഒരു കോലാട്ടിൻകുട്ടിയെ കൊന്ന് അതിന്റെ രക്തത്തിൽ മുക്കി തങ്ങളുടെ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു. ഏതോ ദുഷ്ടമൃഗം കടിച്ചു കീറി കൊന്നുകളഞ്ഞിരിക്കുമെന്ന് കരുതി അദ്ദേഹത്തിന്റെ മനസ്സിന് ആശ്വാസമില്ലാതെ വിലപിച്ചുകൊണ്ടേയിരുന്നു. ഒരു കാര്യം നാം ഓർക്കുക, കണ്ണുമങ്ങി വയസ്സെന്ന് തന്റെ അപ്പനായ ഇസ്ഹാക്കിനെ കബളിപ്പിച്ചപ്പോൾ അന്ന് യാക്കോബ് അറിഞ്ഞില്ല തന്റെ ജീവകാലത്ത് തന്നെ താൻ ചെയ്തതിന്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന്. പ്രിയ ദൈവമക്കളെ, നാം രക്ഷിക്കപ്പെട്ടു, സ്ഥാനപ്പെട്ട, അഭിഷേകം പ്രാപിച്ച് ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കാം, അല്ലാത്തവരായിരിക്കാം. എന്തൊക്കെയാലും ശരി, നാം ഈ ഭൂമിയിൽ ചെയ്യുന്ന ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും പ്രയാസപ്പെടുത്തുന്നതും മറ്റുള്ളവരെ മനഃപൂർവ്വമായി മുറിവേൽപ്പിക്കുന്നതും ആയ സകല പ്രവൃത്തികളും പ്രവൃത്തിയുടെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അത് നാം ജീവിച്ചിരിക്കുമ്പോൾ അതിൻ്റെ തിരിച്ചടി ഉണ്ടാകും, നിശ്ചയമായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മുറിവേറ്റ യേശു കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ശിഷ്ടായുസ് വിശ്വസ്തയോടെ ക്രിസ്തുവിൽ ജീവിക്കാൻ കർത്താവ് നമുക്ക് കരുത്തകട്ടെ എന്ന് ആശംസിക്കുന്നു.